നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയിരുന്നത് 5-year പ്ലാന്റെ 7th പ്ലാനും ആനുവൽ പ്ലാൻ വരെയുള്ള കാര്യങ്ങളാണ്. അതായത് 1990 തൊട്ടിട്ട് 1992 വരെ ആനുവൽ പ്ലാൻസ് ആണ് നടപ്പിലാക്കിയത്. 91-ലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട പഞ്ചവത്സര പദ്ധതി 2 വർഷം ഇല്ലായിരുന്നു. ഇന്ത്യയുടെ എക്കണോമിക് സ്ഥിതി തകർന്നിരിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം വന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. അവിടെ തൊട്ടിട്ട് നമ്മൾ ഇന്ന് 12ാം പഞ്ചവത്സര പദ്ധതി വരെ പറയും. അതിനുശേഷം നിങ്ങൾക്കറിയാലോ, +1 ടെക്സ്റ്റ് ബുക്കിനകത്ത് പഞ്ചവത്സര പദ്ധതിയുടെ പറ്റിയിട്ട് 2nd ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് എക്കണോമിക്സിൽ. അപ്പൊ അതും കൂടെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് പറഞ്ഞിട്ട്, എല്ലാം പറയുന്നില്ല, ജസ്റ്റ് അതിന്റെ ഗോൾ എന്താണെന്നുള്ളത് ഓടിച്ചിട്ടൊന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ക്ലാസ് നിർത്തും. അതോടുകൂടി നമ്മുടെ പഞ്ചവത്സര പദ്ധതി ഒന്ന് ഉറയ്ക്കുന്നതായിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് ഇവിടേക്ക് നോക്കാം. 8ാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് 92 മുതൽ 97 വരെയാണ്. 1992 മുതൽ 97 വരെ 8ാം പഞ്ചവത്സര പദ്ധതി. അപ്പം 8th പ്ലാൻ പ്രൊമോട്ട് ചെയ്തത് എന്തിനെയാണ്? മോഡേണൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസിനെയാണ്. എന്താണ്? ഇൻഡസ്ട്രിയെ വ്യവസായവൽക്കരണം കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്കറിയാം, LPG നടപ്പിലാക്കി 91 കൂടിയിട്ട് ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ടെക്നോളജിയുടെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്ന സമയമാണ്. മനസ്സിലാക്കി വരികയല്ല, അതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ഒക്കെ കിട്ടി തുടങ്ങിയ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ 8ാം പഞ്ചവത്സര പദ്ധതി ഇൻഡസ്ട്രീസിനെ മോഡേണൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി. ഇന്ത്യ ബിക്കം എ മെമ്പർ ഓഫ് ദി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഓൺ 1 ജനുവരി 1995. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ഇന്ത്യക്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ മെമ്പർഷിപ്പ് കിട്ടിയത് എന്നാണ്? 1995 ജനുവരി 1-നാണ്. അപ്പൊ 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO-യിൽ നമ്മൾ അംഗമാകുന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഠിച്ചു വെക്കുക. ദി ഗോൾസ് വേർ ടു കൺട്രോൾ പോപ്പുലേഷൻ ഗ്രോത്ത്. മറ്റു ഗോൾസ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, ജനസംഖ്യയുടെ ആ ഒരു വളർച്ച നിയന്ത്രിക്കുക. റെഡ്യൂസ് പോവേർട്ടി, നമ്മളെ രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുക. ജനറേറ്റ് എംപ്ലോയ്മെന്റ്, ഒരുപാട് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക. സ്ട്രെങ്തൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ എല്ലാം ഒന്ന് ഡെവലപ്പ് ചെയ്യുക. മാനേജ് ടൂറിസം പദ്ധതി. ടൂറിസം എന്ന് പറയുന്ന വലിയൊരു മേഖലയാണ് നമ്മൾ മനസ്സിലാക്കി. ആ ടൂറിസം പദ്ധതിയെ വികസിപ്പിക്കുക. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ ഔട്ട്സോഴ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ഔട്ട്സോഴ്സിംഗ് ഒക്കെ ഏകദേശം 1991-ലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? മോഡേണൈസേഷൻ ഓഫ് ഇൻഡസ്ട്രി ആണ് പ്രൊമോട്ട് ചെയ്തത് പ്രധാനമായിട്ടും. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇന്ത്യ അംഗത്വം നേടുന്നത് ഈ ഒരു പദ്ധതി കാലത്ത് 1995 ജനുവരി 1-നാണ്. മറ്റു പ്രധാനപ്പെട്ട ഗോൾസ് എന്തൊക്കെയാണ്? പോപ്പുലേഷൻ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുക, ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക, അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്താണ്? പുതിയ പുതിയ എംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ കുറച്ചിട്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ടൂറിസം മാനേജ് ചെയ്യുക. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, എന്താ അത്? മനുഷ്യവിഭവം അല്ലെ, അതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അടുത്തത്, ഇറ്റ് ഓൾസോ എംഫസൈസ് ഓൺ ഇൻവോൾവിംഗ് ദ പഞ്ചായത്ത് ആൻഡ് നഗരപാലിക ത്രൂ ഡീസെൻട്രലൈസേഷൻ. ആ സമയത്ത് നമുക്കറിയാം, ഈ 1992 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പഞ്ചായത്തുകൾക്ക്. അപ്പൊ നമ്മൾ ലിങ്ക് ചെയ്ത് പഠിക്കാം. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഒക്കെ തന്നെ ഡീസെൻട്രലൈസേഷനിലൂടെ കൂടുതൽ ഇമ്പോർട്ടൻസിലേക്ക് കൊണ്ടുവരിക. വികേന്ദ്രീകരണം അല്ലെ, അധികാര വികേന്ദ്രീകരണത്തിലേക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി നിയമങ്ങളൊക്കെ നിലവിൽ വരാൻ തുടങ്ങിയത് ഈ ഒരു സമയത്താണ്. അതുപോലെ ഇതിന്റെ ടാർഗറ്റ് ഗ്രോത്ത് 5.6 ആയിരുന്നു, പക്ഷെ അച്ചീവ് ചെയ്തത് 6.8 ആണ്. അപ്പൊ കുറെ നാൾക്ക് ശേഷം നല്ലൊരു ഗ്രോത്ത് റേറ്റ് ഉണ്ടായത് 8th 5-year പ്ലാൻ അതാണ് കേട്ടോ. 5.6, 6.8 നമ്മൾ അച്ചീവ് ചെയ്തു. പഠിച്ചല്ലോ. ഇനി 9ാം പഞ്ചവത്സര പദ്ധതി കാലം 1997 മുതൽ 2002 വരെ ആയിരുന്നു. അപ്പൊ ഈ ഒരു സമയത്താണ് ഇന്ത്യസ് 50 years since independence and അടൽ ബിഹാരി വാജ്പേയി ലീഡ് ദ പ്രൈം മിനിസ്റ്റർഷിപ്പ്. ഈ സമയത്താണ് നമ്മൾ 50ാം വാർഷികം ആഘോഷിക്കുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 97-ൽ 50ാം വാർഷികം ആഘോഷിക്കുന്നത് 9th 5-year പ്ലാനിലാണ്. ആ സമയത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ഇറ്റ് ഓഫേർഡ് സപ്പോർട്ട് ഫോർ സോഷ്യൽ സ്പിയേഴ്സ് ടു അച്ചീവ് കംപ്ലീറ്റ് എലിമിനേഷൻ ഓഫ് പോവർട്ടി ആൻഡ് വിറ്റ്നസ് എ ജോയിന്റ് എഫേർട്ട് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻ ഗ്യാരണ്ടിങ് എക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ ഈ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ദാരിദ്ര്യത്തെ തുടച്ചു മാറ്റുക,
അതുപോലെ പബ്ലിക് പ്രൈവറ്റ് സെക്ടർ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക, ആ ഒരു രീതിയൊക്കെ കണ്ട ഒരു വർഷമായിരുന്നു ഈ 5 വർഷം 9th 5-year പ്ലാൻ എന്ന് പറയുന്നത്. അതായത് പ്രൈവറ്റും പബ്ലിക് സെക്ടേഴ്സും എല്ലാം ഒരുമിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൂട്ടാൻ വേണ്ടി ശ്രമിച്ച ഒരു 9th 5-year പ്ലാൻ ആയിരുന്നു എന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, the focus was also to balance the relationship between rapid growth and quality of life for the people. നമ്മള് ഇവിടെ ഓർക്കേണ്ട ഒരു സംഭവം, സാധാരണപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം കൂട്ടുക, അതുപോലെ തന്നെ നമ്മൾ റാപ്പിഡ് ഗ്രോത്തിനെ പോലെ തന്നെ പെട്ടെന്നുള്ള വളർച്ചയെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടുപോയ ഒരു കാര്യമായിരുന്നു സാധാരണ ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തു പോവുക, അത് ബാലൻസ് ചെയ്തു പോവുക. അതായത് നമ്മുടെ രാജ്യം വളരുന്നതിനോടൊപ്പം തന്നെ ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ആയിരുന്നു. ദ ഒബ്ജക്റ്റീവ്സ് ഫർദർ ഇൻക്ലൂഡഡ് എംപവറിംഗ് സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ക്ലാസസ്. മറ്റൊരു പ്രധാനപ്പെട്ട ഗോൾ ആയിരുന്നു നമ്മുടെ സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ക്ലാസസ്, അതായത് സമൂഹത്തില് ഉന്നമനത്തിൽ കിടക്കുന്ന ആൾക്കാർ മാത്രമല്ല, അവരെ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലെ, സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും ഒന്നും കിട്ടാത്ത ആൾക്കാരുണ്ട്, അവരെയൊക്കെ ഒന്ന് എംപവർ ചെയ്യുക. ഡെവലപ്പിംഗ് സെൽഫ് റിലയൻസ് ആൻഡ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻസ് ഇൻ ദ കൺട്രി. അതായത് കൊച്ചുകുട്ടികൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ, എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്ക് നമ്മൾ പറയത്തില്ല എലമെന്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കാര്യം കൊണ്ടുവന്നതും സെൽഫ് റിലയൻസ് കൂട്ടുക, നമ്മുടെ രാജ്യത്തെ സെൽഫ് റിലയൻസ് കൂട്ടുക എന്നുള്ളതും എംപവറിംഗ് സോഷ്യൽ ഡിസ്അഡ്വാൻറ്റേജ്ഡ് ക്ലാസസ്, ഇതെല്ലാം തന്നെ ആരുടെ ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. സ്ട്രാറ്റജീസ് ഇൻക്ലൂഡ് എൻഹാൻസിംഗ് ഹൈ റേറ്റ് ഓഫ് എക്സ്പോർട്ട് ടു ഗെയിൻ സെൽഫ് റിലയൻസ്, എഫിഷ്യന്റ് യൂസ് ഓഫ് സ്കെയേഴ്സ് റിസോഴ്സ് ഫോർ ദ റാപ്പിഡ് ഗ്രോത്ത്. അപ്പം എന്താണ് എക്സ്പോർട്ട്, കയറ്റുമതി കൂട്ടുക, അതുപോലെ നമ്മുടെ കണ്ടെത്താതെ കിടക്കുന്ന റിസോഴ്സിനെയൊക്കെ മാക്സിമം ഉപയോഗിക്കുക, എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുക, ഇതൊക്കെ റാപ്പിഡ് നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയും 9ാം പദ്ധതിക്ക് ഉണ്ടായിരുന്നു. ടാർഗറ്റ് ചെയ്തിരുന്നത് 7.1 ആണ്, പക്ഷെ വലിയ കുറ്റമൊന്നുമില്ല, 6.8 വരെ നമ്മൾ അച്ചീവ് ചെയ്തു 9ാം പഞ്ചവത്സര പദ്ധതി കാലം. അടുത്തത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2002 മുതൽ 7 വരെയാണ്. 2007 വരെയായിരുന്നു 10ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്തായിരുന്നു പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് അല്ലെ, മൊത്തത്തിലുള്ള ഒരു വികസനം, അതുപോലെ ഇക്വിറ്റബിൾ ഡെവലപ്മെന്റും ഇൻക്ലൂസീവ് ഗ്രോത്തുമായിരുന്നു 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഇറ്റ് ഇന്റൻഡഡ് ഫോർ ആൻ 8% GDP ഗ്രോത്ത് പെർ ഇയർ, അതായത് 8% GDP റേറ്റ് ഓരോ വർഷവും കൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. It aimed at reducing the poverty by half and creating employment for 80 million people. അപ്പം നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞു 9ാം പദ്ധതിയിൽ ഇട്ടാൽ അത് എലിമിനേറ്റ് ചെയ്യുക പോവർട്ടി, അപ്പൊ അത് അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്താ ചെയ്തത്? പോവർട്ടിയെ റിഡ്യൂസ് ചെയ്യുക. എങ്ങനെ? ഹാഫായിട്ട്, പകുതിയായിട്ട് നമ്മുടെ ദാരിദ്ര്യത്തെ തുടച്ചു മാറ്റുന്നു. അതുപോലെ 80 മില്യൺ ആൾക്കാർക്ക് ജോലി കൊടുക്കുക. ഇതൊക്കെ എന്തായിരുന്നു? 10ാം പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. അതുപോലെ റീജിയൻ ഇൻഇക്വാലിറ്റീസിനെ എല്ലാം കുറയ്ക്കുക. റീജിയൻസ് അനുസരിച്ചിട്ട് നമ്മൾ റൂറൽ അങ്ങനെയുള്ള ഏരിയാസ് ഉണ്ടല്ലോ, ചില അകത്തോട്ടുള്ള ഏരിയാസ്, അവിടെയെല്ലാം ഉള്ള ഇൻഇക്വാലിറ്റിയെ കുറയ്ക്കുക എന്നുള്ള രീതിയും അവിടുത്തെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിരുന്നു. അതുപോലെ ഇറ്റ് ഓൾസോ എംഫസൈസ് റെഡ്യൂസിംഗ് ദ ജെൻഡർ ഗ്യാപ്പ് ഇൻ ദി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. ആണ് പെണ്ണ് എന്നുള്ള ഒരു വ്യത്യാസം എഡ്യൂക്കേഷന്റെ രീതിയിൽ വരരുത് എന്നുള്ള ഒരു ഉദ്ദേശം, അത് കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഇതിനുണ്ടായിരുന്നു. വേജ് റേറ്റ് ബൈ 2007, അതുപോലെ എന്താണ് ആ ആണും പെണ്ണിനും അനുസരിച്ചിട്ട് സാലറി വ്യത്യാസം, അതുപോലെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസം, അതെല്ലാം 2007 ആവുമ്പോഴത്തേക്കും കുറയ്ക്കണം എന്നുള്ള ഒരു ഉദ്ദേശവും പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നു. ഏത്? 10ാം പഞ്ചവത്സര പദ്ധതിക്ക് ടാർഗറ്റ് ചെയ്തത് 8.1 വളർച്ചയാണ്, പെർസെന്റേജ് ആണ് വളർച്ച, പക്ഷെ ആക്ച്വലി 7.6 മാത്രമേ എത്താൻ സാധിച്ചുള്ളൂ. അടുത്തത് 11th ആണ്. നന്നായിട്ട് കംപ്ലീറ്റ് നടന്നുപോയ ഒരു പഞ്ചവത്സര പദ്ധതി 11th ആയിരുന്നു. അതിനുശേഷം 12ാമത്തെ ഫുള്ള് നടന്നില്ലെന്ന് നമുക്കറിയാം. അപ്പൊ 11th 5-year പ്ലാൻ 2007 മുതൽ 2012 വരെ ആയിരുന്നു. The 11th 5-year plan was significant in its aim to increase enrollment in higher education and focused on distant education as well as IT institute. അതായത് ഈ ഒരു സമയത്താണ് നമുക്കറിയാം 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരുന്നു. അതുപോലെ ഇത് എന്നാണ് നിലവിൽ വരുന്നത്? 2010 ഇത് എഫക്റ്റിൽ വരുന്നത്. മേക്കിംഗ് എഡ്യൂക്കേഷൻ ഫ്രീ ആൻഡ് കമ്പൽസറി ഫോർ ചിൽഡ്രൻസ് ഏജ്ഡ് ബിറ്റ്വീൻ 6 to 14. ഈ സമയത്ത് നമുക്കറിയാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ടും
ഫ്രീ ആയിട്ടും എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള ഒരു നിയമമൊക്കെ വരുന്നത് ഈ ഒരു 11th 5-year പ്ലാന്റെ സമയത്താണ്. അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ കൂട്ടുക, അല്ലെങ്കിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക, അതുപോലെ IT ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുക, ഇതെല്ലാം ഏതായിരുന്നു 11th 5-year പ്ലാന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിരുന്നു. ഇറ്റ്സ് മെയിൻ തീം വാസ് റാപ്പിഡ് ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. അപ്പൊ 11th കാര്യം എപ്പോഴും ചോദിക്കാറുണ്ട്. റാപ്പിഡ് അതുപോലെ ഇൻക്ലൂസീവ് ഗ്രോത്ത്, മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു എയിം എന്തായിരുന്നു? എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് റിഡക്ഷൻ ഇൻ ജെൻഡർ ഇൻഇക്വാലിറ്റി. മുകളിൽ പറഞ്ഞത് തന്നെയാണ്, പക്ഷെ ഒന്നുകൂടി ഊന്നൽ കൊടുത്തത് എന്തിനൊക്കെയായിരുന്നു? എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിക്കും സുസ്ഥിര വികസനം, അല്ലെ, സുസ്ഥിരമായിട്ടുള്ള എൻവയോൺമെന്റൽ രീതിക്കും, അതുപോലെ റിഡക്ഷൻ ഇൻ ജെൻഡർ ഇൻഇക്വാലിറ്റി. ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴും ജെൻഡർ ഇൻഇക്വാലിറ്റി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക, ആൺപെൺ വ്യത്യാസം ഒന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് വന്നത് 11th 5-year. ഇവിടെ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ ഊന്നൽ കൊടുത്തത് 11ലായിരുന്നു. രംഗരാജൻ പ്രിപ്പയർ ദി 11th 5-year പ്ലാൻ. ആരാണ് പ്രിപ്പയർ ചെയ്തത്? രംഗരാജൻ. നിങ്ങൾ കേട്ടിട്ടുണ്ട് രംഗരാജൻ കമ്മിറ്റി എന്നൊക്കെ. അപ്പൊ രംഗരാജനാണ് 11th 5-year പ്ലാൻ പ്രിപ്പയർ ചെയ്തത്. The focus was also laid on providing clean drinking water for all by 2009. 2009 ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും എന്ത് കൊടുക്കുക? ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് ആണ്. ശുദ്ധജല വിതരണം. ടാർഗറ്റ് 9% ആയിരുന്നു, അച്ചീവ് ചെയ്തത് 8%. അപ്പൊ ഇതാണ് 11ാം പഞ്ചവത്സര പദ്ധതി കാലം. അടുത്തത് 12 ആണ്. 12 2012 മുതൽ 17 വരെ പ്ലാൻ ചെയ്തു. 15-ൽ നിർത്തിയില്ല. നീതി ആയോഗ് പകരം വന്നു. The last 5-year plan has had faster, more inclusive and sustainable growth as its theme. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട തീം ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ്, സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്, ഇതായിരുന്നു തീം. ഓക്കെ ആണല്ലോ. വേഗത്തിലാണ്, എല്ലാത്തിനെയും ഇൻക്ലൂസീവ് ചെയ്തുകൊണ്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, ഇതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. The plan aimed at strengthening infrastructure projects and providing electricity supply in all village. എല്ലാ ഗ്രാമങ്ങളിലും കറണ്ട് വിതരണം ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിനെ എല്ലാം ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതെല്ലാം പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിരുന്നു. It also aimed at removing the gender and social gap in admission at school and improved access to higher education. അതായത് ജെൻഡർ ഗ്യാപ്പ് ഒക്കെ കുറച്ച്, ഇപ്പം കഴിഞ്ഞ 3 പ്ലാനിലുള്ളതുപോലെ തന്നെ ജെൻഡർ ഗ്യാപ്പിനെ ഒക്കെ റിമൂവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ ഗ്യാപ്പ്, എക്കണോമിക് ഗ്യാപ്പും സോഷ്യൽ ഗ്യാപ്പും ഒക്കെ മാറ്റിയിട്ട് കുട്ടികളുടെ സ്കൂൾ അഡ്മിഷന് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം എടുത്ത് കളയുക. ആൺപെൺ വ്യത്യാസം ഇല്ലാതെ, സോഷ്യൽ ഗ്യാപ്പ് ഇല്ലാതെ, എക്കണോമിക് ഗ്യാപ്പ് ഇല്ലാതെ കുട്ടികളെ സ്കൂളിൽ ചേർക്കാനും, അതുപോലെ അവർക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ആക്സസ് ഒക്കെ കൂട്ടാനും എന്തിനു സഹായിച്ചു? 12th 5-year പ്ലാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. Further, it aspired to enhance the green cover by 1 million hectares each year and to create new opportunities in the non-farming sectors. അതായത് 1 million hectares ഒരു വർഷം, അതായത് ഗ്രീൻ കവർ കൊടുക്കുക. 1 million hectaresൽ ഓരോ വർഷവും പച്ചപ്പ് നിറയ്ക്കുക, അതായത് ചെടികൾ നട്ട് അങ്ങനെ ചെയ്യുക. അതുപോലെ ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ നോൺ ഫാമിംഗ് സെക്ടേഴ്സ്. അതുപോലെ തന്നെ നോൺ ഫാമിംഗ് സെക്ടേഴ്സിലും പുതിയ പുതിയ അവസരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതും 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. ടാർഗറ്റ് ഗ്രോത്ത് 9% ആയിരുന്നു. ബട്ട് ഇൻ 2012 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അപ്രൂവ്ഡ് എ ഗ്രോത്ത് റേറ്റ് ഓഫ് 8% ഫോർ ദിസ് 12th plan. അപ്പം ആദ്യം 9% ആയിരുന്നു, പക്ഷേ 2012 ആയപ്പോഴേക്കും നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ത് ചെയ്തു? ഗ്രോത്ത് റേറ്റിനെ 8% ആക്കി മാറ്റി. അപ്പൊ ഇതോടുകൂടിയിട്ട് നമ്മുടെ 5-year പ്ലാന് തീരെയാണ്. പിന്നെ വന്നത് എന്താണ്? നീതി ആയോഗാണ് പിന്നെ പകരം വന്നത് 2015 മുതൽ. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? 8 പറഞ്ഞു, 9 പറഞ്ഞു, 10 പറഞ്ഞു, 11, 12. ഇത്രയും കാര്യങ്ങൾക്കകത്ത് സംശയമില്ലല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം പഠിച്ചതും ഈ ദിവസം പഠിച്ചതും കൂടെ ചേർത്ത് വെച്ച് പഠിക്കാം. ഇനി നമ്മൾ നമ്മുടെ +1 പുസ്തകത്തിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഇത് നമ്മൾ പലവട്ടം എടുത്തതാണ്, എങ്കിലും ലക്ഷ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നാമത്തേത് വളർച്ചയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം, ഗ്രോത്ത് ആണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? മോഡേണൈസേഷൻ അഥവാ ആധുനികവൽക്കരണം അടുത്തൊരു ലക്ഷ്യമായിരുന്നു. ദെൻ സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം എന്ന് പറയുന്നത് വേറൊരു ലക്ഷ്യമായിരുന്നു. സമത്വം കൊണ്ടുവരിക, ഇക്വിറ്റി കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യമായിരുന്നു. അപ്പൊ ഇത് കൃത്യമായിട്ട് നമുക്ക് പുസ്തകത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, ഇനി ഒന്നും കൂടെ എടുക്കണമെങ്കിൽ പറഞ്ഞാൽ മതി.
ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്നുകൂടെ എടുത്തു തരാം. ഓരോ ടോപ്പിക്കും ക്ലിയർ ആയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോയത്. അപ്പൊ ഇവിടെ ഓർക്കുക, ഗ്രോത്ത് ആണ് ഒന്നാമത്തെ ഗോള് 5 ഇയർ പ്ലാന്റെ. ഇൻക്ലൂസീവ് ഗ്രോത്ത് നമ്മൾ കുറെ നേരമായിട്ട് പറയുന്നുണ്ട്. മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സെൽഫ് റിലയൻസ് അടുത്തൊരു ഗോളായിരുന്നു. പിന്നെ അടുത്തത് ഇക്വിറ്റി, സമത്വം. ഇത്രയുമായിരുന്നു പ്രധാനപ്പെട്ട വളർച്ചയുടെ 5 ഇയർ പ്ലാന്റെ പ്രധാനപ്പെട്ട ഗോൾസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ